ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും എളിയവന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ചിന്തിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ പവിത്രതയും പരിശുദ്ധിയും, അവരെ എന്തിനു ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിന്റെ ഉദ്ദേശവും ഒക്കെ ഈ വാക്യാംശത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാം സഭയെക്കുറിച്ച്, ആലയങ്ങളെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പുതിയ നിയമ ആലയം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇസ്രായേൽ ജനത്തിന്റെ ആരാധനയിൽ ജനത്തെ പ്രധാനമായും 3 അവിടെ തിരിച്ചിരുന്നത്. ഒന്ന്, ആരാധനക്കാർ അഥവാ പുരോഹിത വർഗം. അവര് വിശുദ്ധ സ്ഥലത്തും മറ്റും ശുശ്രൂഷ ചെയ്തിരുന്നു. 2-ാമത്തെ കൂട്ടരാണ് വേലക്കാർ. ഇവര് അഥവാ പരികർമ്മികളാണ്. ജനത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട പുരോഹിത ഗോത്രക്കാരായിരുന്നു അവര്. 3-ാമത്തെ കൂട്ടരാണ് യോദ്ധാക്കൾ. ലേവ്യരൊഴികെയുള്ള മുഴുവൻ ഇസ്രായേല്യരും യോദ്ധാക്കളായിരുന്നു എന്നത് നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം. ഇസ്രായേല്യരുടെ ആദ്യജാതന്മാർക്ക് പകരം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ലേവ്യ ഗോത്രക്കാർ. തിരുനിവാസത്തിനും അഥവാ സമാഗമന കൂടാരത്തിനും ഏറ്റവും സമീപെ പാളയം അടിച്ചിരുന്നത് ലേവ്യ ഗോത്രമാണെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരിൽ നിന്ന് ഏതാണ്ട് 3000 അടി ദൂരെ മാറിയാണ് ഇതര ഗോത്രങ്ങളുടെ പാളയം അടിച്ചിരുന്നത് എന്ന് യോശുവയുടെ പുസ്തകം 3:4, സംഖ്യ 24:5 തുടങ്ങിയ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ലേവ്യ ഗോത്രത്തെ മറ്റു ഗോത്രങ്ങളോടുകൂടെ എണ്ണാത്തതിനാൽ അവരുടെ പാർപ്പും മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് വിട്ട് ആലയത്തോട് ചേർന്നായിരുന്നു എന്നതും നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരുടെ ഓഹരിയും അവകാശവും ദൈവവും ദൈവാലയവുമാകുന്നു എന്ന് ഇത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദൈവം പൗരോഹിത്യത്തിനായി തിരഞ്ഞെടുത്ത പുരോഹിതന്മാരെ അഭിമുഖീകരിക്കാതെ ദൈവത്തോടും ആലയത്തോടും അടുക്കുവാൻ ജനത്തിന് അന്ന് കഴിയുമായിരുന്നില്ല. പഴയ നിയമകാലത്ത് ഏതിനും മധ്യസ്ഥൻ ആവശ്യമായിരുന്നു. എന്നാൽ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ട സകലരും കർത്താവിനോട് അടുത്ത് സമീപസ്ഥരായി വസിക്കുന്നു എന്നാണ് നാം ഈ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചതും. നാം ഇന്ന് പുരോഹിത വർഗമായിട്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് ശ്രേഷ്ഠകരമായ ഒരു പദവി തന്നെയാണ്. അപ്പോൾ തന്നെ പഴയ നിയമകാലത്തുണ്ടായിരുന്നതിനേക്കാൾ വേർപാടും വിശുദ്ധിയും നാം അനുസരിച്ചു പോകേണ്ടതും അത്യന്താപേക്ഷിതമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ലേവി ഗോത്രത്തിൽ നിന്ന് ഏതാണ്ട് 3000 അടി ദൂരെ മാറി മാത്രമായിരുന്നു അന്ന് മറ്റു ഗോത്രങ്ങൾക്ക് പോലും പാർക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നത് എങ്കിൽ പുതിയ നിയമത്തിലെ വിശുദ്ധിയുടെയും വേർപാടിന്റെയും അതിരുകള് നാം ഓർത്തിരിക്കേണ്ടതും അത്യാവശ്യമാണ്. യേശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. പുരോഹിത വർഗമായി പുതിയ നിയമത്തിൽ
നാം ഓരോരുത്തരും പുരോഹിതവർഗമായിരിക്കുമ്പോൾ തന്നെ ആ നിർമ്മലീകരിക്കേണ്ടതായ വിഷയങ്ങളും നാം ഓർത്തിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ലേവി ഗോത്രത്തിൽ നിന്ന് ഏതാണ്ട് 3000 അടി ദൂരെ മാറി മാത്രമേ അന്ന് മറ്റു ഗോത്രങ്ങൾക്ക് പാർക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് പലപ്പോഴും മനുഷ്യൻ തെറ്റിദ്ധരിച്ച് മറ്റു വേർപാടിന്റെയും വിശുദ്ധിയുടെയും എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ അതിരുകളും മറികടന്ന് പുതിയ നിയമത്തിൽ വലിയ സ്വാതന്ത്ര്യമാണ് എന്ന് കരുതി പോകുന്ന ഒരു പോക്ക് ലോകവുമായിട്ട് പഴകിപ്പോകുന്ന ഇടകലർന്നു പോകുന്ന ഒരനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എവിടെ നോക്കിയാലും വേർപാട് നഷ്ടപ്പെട്ടതായ അനുഭവങ്ങൾ രാഷ്ട്രീയക്കാരുമായും മറ്റ് വ്യക്തികളുമായും ഒക്കെ ഒരതിരും ഇന്ന് പ്രത്യേകിച്ച് വേർപെട്ടവരുടെ ആരാധനാലയങ്ങൾക്കകത്തു പോലും അങ്ങനെ യാതൊരു വേർപാടും വിശുദ്ധിയുമില്ലാതെ ആർക്കും കയറി എന്തും ചെയ്യാവുന്നതായ ഏത് ഉദ്ഘാടനവും നടത്താവുന്ന അതേപോലെ കൺവെൻഷൻ സ്റ്റേജുകളിലേക്ക് ആർക്കും കയറാവുന്ന ഒരനുഭവത്തിലേക്ക് തരം താണു പോകുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുകയാണ് എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് ചില കാര്യസാധ്യങ്ങൾ നടക്കും, ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്കും അങ്ങനെയൊക്കെ അവരുടെയൊക്കെ അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മുടെ വേദികളിൽ ക്ഷണിച്ച് പലതും ചെയ്യാം എന്ന് വ്യാമോഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ദൈവത്തെക്കാൾ കൂടുതൽ ആരാധിക്കുന്നത് ആശ്രയിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ഇതര ജാതി മതസ്ഥർ അവരുടെ പൂജാകർമ്മങ്ങൾ നടത്തുന്നിടത്തോ അല്ലെങ്കിൽ അവർ പരിപാവനമായി കാണുന്ന മധുവായിക്കകത്തോ മറ്റുള്ളവരെ അവർ കയറ്റുമോ? ഒരിക്കലും അത് ചെയ്യത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ജനം വേർപെട്ടും വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ആരാധനാലയങ്ങള് അവിടെ ദൈവത്തിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ആരാധിക്കുവാനുള്ളതാണ്. അല്ലാതെ ആർക്കെങ്കിലും ഒക്കെ കയറി ഇറങ്ങി എന്തും പ്രസംഗിച്ചും മറ്റും കടന്നു പോകുവാനുള്ള ഒരിടമായി നാം അതിനെ കാണരുത്. ഇന്ന് പലപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പുകളാണ് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവരെയൊക്കെ ആരെങ്കിലും കൊണ്ടുവരും, ആരെങ്കിലും അവർക്ക് 1-2 മുറിവാക്യങ്ങൾ എഴുതി കൊടുക്കും, പൗലോസ് പറഞ്ഞ വാക്യം എഴുതി കൊടുക്കും, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്യം എഴുതി കൊടുക്കും. അവർക്കത് എന്താണെന്ന് പോലും അറിയത്തില്ല. അതവര് കൂട്ടി വായിച്ച് എന്തെങ്കിലും അല്പം വാക്ചാതുര്യവും കൂടി ഉണ്ടെങ്കിൽ പറഞ്ഞൊപ്പിച്ച് ജനത്തിന്റെ കയ്യടി വാങ്ങിച്ച് പിരിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ കണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ദുഃഖിക്കുന്നു അഥവാ ചിരിക്കുന്നു എന്നുള്ളതായ കാര്യം നാം വിസ്മരിച്ചു പോകരുത്. അതേ പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞതുപോലെ വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തൊടാതെ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കേണ്ട എല്ലാ അവസ്ഥകളിലും അതിന്റെ വിശുദ്ധിയുടെയും അതിന്റെ വേർപാടിന്റെയും അതിർരേഖകൾ ലംഘിക്കാതെ വണ്ണം ദൈവത്തിന്റെ ജനം വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും, ദൈവാനുഗ്രഹം ഇറങ്ങി വരും എന്നതിന് സംശയമില്ല. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാത്ത പക്ഷം ചിലയിടങ്ങളിൽ അബ്രഹാം യാഗം കഴിച്ചപ്പോൾ ഇറങ്ങിയതുപോലെ റാഞ്ചൻ പക്ഷി ഇറങ്ങും എന്നുള്ളതായ കാര്യവും നാം വിസ്മരിച്ചു പോകരുത്. ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതിനാം അവനവകാശമാം ജനം നാം.
പാരിടം ആകയിലകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിലകിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. അവനീ